നെറ്റ്ഫ്ലിക്സിന്റെ ഏറ്റവും പുതിയ ആനിമേഷൻ സീരീസ് ആണ് ഡെവിൾ മേ ക്രൈ. ഇത് നെറ്റ്ഫ്ലിക്സിലൂടെ അല്ലാതെ തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ അറിയുന്നത് ഇതിന്റെ ഗെയിംസ് അല്ലെങ്കിൽ കോമിക്സിലൂടെ ആയിരിക്കാം. അപ്പോൾ എന്തായാലും ഇതിനൊരു ആനിമെ ഓൾറെഡി വന്നിട്ടുണ്ട്. 2007 ഒരു ജാപ്പനീസ് ആനിമെ വന്നിട്ടുണ്ട്. ദിസ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ നെറ്റ്ഫ്ലിക്സ് ഇറക്കിയിരിക്കുന്നത്. ആദിശങ്കർ എന്ന് പറഞ്ഞ ഒരു ഇന്ത്യൻ ബേസ്ഡ് അമേരിക്കൻ ആണ് ഇത് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതിലെ സ്റ്റോറി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഗെയിമിലൂടെയും അല്ലെങ്കിൽ ആ ഒരു ലോറിലൂടെയും പോയിട്ടാണ് ആ ഗെയിം ഇത് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു 8 എപ്പിസോഡിൽ അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ട്രാക്ക് ആയാലും എൻ്റെ ആനിമേഷൻ വൈസ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആനിമേഷൻ ഇടയ്ക്ക് ഒരു 3D എലമെൻ്റ് ആനിമേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ സ്റ്റാമ്പേഡ്, ഡ്രാഗൺ സ്റ്റാമ്പേഡൊക്കെ പോലെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് ഔട്ട് ഓഫ് ദ ഫീൽ കിട്ടിയെങ്കിലും കുഴപ്പമില്ല, ഓക്കെ ആണെന്നുള്ള രീതിയിൽ തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു നല്ല രീതിയിൽ തന്നെ ബഡ്ജറ്റ് മുടക്കിയാണ് എല്ലാ ആനിമേഷൻ സീൻസും ചെയ്തിരിക്കുന്നത്. ഫൈറ്റ് ആയാലും എല്ലാം കിടലായിട്ടുണ്ട്. പിന്നെ വോയിസ്, ഇതിൻ്റെ ഇടയ്ക്ക് യൂസ് ചെയ്തിരിക്കുന്ന മ്യൂസിക് ട്രാക്ക് അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു മാതിരി ലൈക്ക് എന്താ പറയുക, ആനിമയുടെ നമുക്ക് AMV വീഡിയോസ് ഉണ്ടാവുമല്ലോ, മ്യൂസിക് വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതുപോലെ ആ ഒരു ഫീൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്യുന്ന സീനൊക്കെ ആയിട്ട് ടോട്ടലി ഒരു കൈൻഡ് ഓഫ് ഗുഡ് ആൻഡ് ബാഡ് വൈബ് കിട്ടിയെന്ന് വേണം പറയാൻ. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ സ്റ്റോറി വൈസ് നോക്കുമ്പോൾ അതിൽ ചിലതെല്ലാം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും, ചിലത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ബട്ട് എനിക്ക് തോന്നുന്നു ഗെയിം കളിക്കാത്ത അല്ലെങ്കിൽ ഈ ഫ്രാഞ്ചൈസിനെ കുറിച്ച് ഒന്നും അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. മേ ബി ഈ ഗെയിം കളിക്കുന്നവർക്കും അത് അപ്രൂവ് ആക്കാൻ പറ്റും. ബട്ട് കുറച്ചൊക്കെ ഈ ഡാൻഡയുടെ പവേഴ്സ് വരുന്ന കാര്യവും അതുപോലെ ഇപ്പോൾ ഡാൻഡയ്ക്ക് അവനൊരു ഡീമൺ ആണെന്ന് അറിയില്ലാത്ത കാര്യവും ഇതൊക്കെ ഇതിനകത്ത് കുറച്ച് പറയുന്നുണ്ട്. അത് അറിയില്ല എന്നുള്ള രീതിയിലേക്കാണ് ഇതിനകത്ത് ഇത് ചെയ്യുന്നത്. ബട്ട് എൻ്റെ ഞാൻ ഓർമ്മ വെച്ച് എനിക്ക് തോന്നുന്നു അങ്ങനെയല്ല എന്നാണ് തോന്നുന്നത്. ഗെയിമിൽ ഞാൻ കേട്ടിട്ടുള്ള, ഞാൻ ഗെയിം കളിച്ചിട്ടില്ല, പക്ഷേ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞു തന്നിട്ടുണ്ട് എൻ്റെ ലോറും കാര്യങ്ങളൊക്കെ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ അങ്ങനെയാണെന്നാണ് ഞാൻ കേട്ടത്. പിന്നെ ഇതിൽ പറയേണ്ടത് എനിക്ക് ഇതിലെ വില്ലൻ കഥാപാത്രമാണ്. ഒരു രക്ഷയില്ല, കിട്ടലിനായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതും ആളുടെ ടോക്കായാലും എല്ലാം ആയാലും ഫിലോസഫി ആയാലും എല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 ടൈപ്പ് ഓഫ് ആനിമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. 2 ടൈപ്സ് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻ യൂസ് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു തുടക്കത്തിൽ ആ ഒരു എൻട്രി തീം സോങ് ഒക്കെ കിടലിനായിട്ട് ചെയ്തിട്ടുണ്ട്. അതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആനിമേഷൻ. അതുപോലെ തന്നെ ഇതിലെ ഫൈറ്റ് സീൻ നടക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വേറെ ടൈപ്പിലുള്ള ആനിമേഷൻ. ആൻഡ് ഇതിൻ്റെ ഒരു സീനിലൊരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി കാണിക്കുന്നുണ്ട്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ടുള്ള ആനിമേഷനൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടൊരു ആർട്ട് സ്റ്റൈലിലാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് പോർഷൻ കാണിക്കുന്നത്. ഫ്ലാഷ് ബാക്ക് ആയിട്ട് വരുന്ന ആ പോർഷൻ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു വില്ലൻ്റെ ബാക്ക് സ്റ്റോറിയും അതുപോലെ നമ്മുടെ ലേഡി എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടറിൻ്റെ ബാക്ക് സ്റ്റോറിയും കാണിക്കുന്നത് കൊള്ളാമായിരുന്നു. ഒരു കൗണ്ടർ പാർട്ട് പോലെ ഇതായിട്ട് കാണിക്കുന്നുണ്ട്. ആൻഡ് ഡാൻഡേനെ കുറിച്ച് പറയുമ്പോൾ ഡാൻഡയുടെ ആറ്റിറ്റ്യൂഡ് വൈസ് ആയാലും അല്ലെങ്കിൽ സംസാരമായാലും എല്ലാം അത്യാവശ്യം നമുക്ക് ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ആൻഡ് ആൾക്ക് ഭയങ്കര ഒരു സ്റ്റൈല് സംഭവങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ആ ഒരു ട്രാൻസ്ഫോർമേഷനും സംഭവങ്ങളെല്ലാം ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. ഇവർ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു സീസൺ 2 ഇനി ഭയങ്കര കൃത്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ ഒരു മെയിനായിട്ട് ലോറിലോട്ട് കിടക്കുന്നതും എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതൊക്കെ. ഇത് ജസ്റ്റ് ഒരു തുടക്കം മാത്രം ഇട്ടിട്ടാണ് ഇതിൻ്റെ ഒരു നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ എൻഡിങ് പോർഷൻ ഭയങ്കര ഒരു ക്ലിഫ് ഹാങ്ങറിൽ കൊണ്ട് നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ഞാൻ വിചാരിച്ചു 8 എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഒരു ചെറിയ ബ്രേക്ക് പോലെ വന്നിട്ട് ബാക്കി ഇറക്കാനാണെന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നോക്കിയപ്പോൾ 8 എപ്പിസോഡ് മാത്രമാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. എന്തായാലും അടുത്ത സീസൺ കിടലനായിരിക്കുമെന്ന് 100% ഉറപ്പിക്കാം. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഡെവിൾ മേ ക്രൈ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ്ലി പോയി കാണേണ്ട സംഭവമാണ് നമ്മുടെ ജാപ്പനീസ് ആനിമെ വെർഷൻ. അത് എനിക്ക് തോന്നുന്നു DMC 3 കഴിഞ്ഞിട്ട് എന്തോ കണക്ഷനുള്ള ഒരു സ്പിൻ ഓഫ് പോലെ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു അത് ഇറക്കിയിരിക്കുന്നത്. അതും ഫുള്ളി ആക്ഷൻ പാക്ഡ് ആയിട്ടുള്ള, ആക്ഷൻ താല്പര്യമുള്ളവർക്ക് പോയി കാണാം. വളരെ അണ്ടർ റേറ്റഡ് ആയിട്ടുള്ളൊരു ആനിമെ ആണ് അതിൻ്റെ ഡെവിൾ മേ ക്രൈയുടെ ജാപ്പനീസ് വെർഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ സൗണ്ട് ട്രാക്ക് എല്ലാം ഗംഭീരമാണ്. അപ്പോൾ ത്രൂ ഔട്ട് എൻജോയ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഐറ്റം കൂടിയാണ് ഈ 2007 ഡെവിൾ മേ ക്രൈ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും പോയി ഒന്ന് കണ്ടു നോക്കാം.